അദ്ദേഹം ഈ ജീവിക്കുന്ന കണ്ടനാട് ഒരുപാട് പാടങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം നടത്തിയിരുന്നു. കീടനാശിനി ചേർക്കാത്ത പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ശുദ്ധമായ ഒരു കർഷകനാണ് താൻ എന്നുകൂടി സിനിമാക്കാരൻ എന്ന മേൽവിലാസത്തിനൊപ്പം അടയാളപ്പെടുത്തപ്പെടണം എന്ന നിർബന്ധവും ശ്രീനിവാസനുണ്ടായിരുന്നു. അടയാറിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത്, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠികളിൽ ഒരാളുടെ പേര് ഇങ്ങനെയായിരുന്നു, ശിവാജി റാവു ഗെയ്ക്വാദ്. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറിയ സാക്ഷാൽ രജനീകാന്ത്. 2007 ശ്രീനിവാസൻ തിരക്കഥ എഴുതി അഭിനയിച്ച ചിത്രമായ മമ്മൂട്ടി നായകനായ കഥ പറയുമ്പോൾ എന്നത് വലിയ ചിത്രവും വലിയ വിജയവുമായ ചിത്രമാണ്, നമുക്കറിയാം. സിനിമ കണ്ട പ്രശസ്ത തമിഴ് സംവിധായകൻ പി വാസു അത് കാണുന്നതിന് വേണ്ടി രജനീകാന്തിനോട് പറഞ്ഞു. 2008 നൽകിയൊരു അഭിമുഖത്തിലാണ് സിനിമ കണ്ട ശേഷം രജനീകാന്ത് തന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞത്. ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് ഞാൻ മുംബൈയിലായിരുന്നു. തിയേറ്ററുകളിൽ എത്തിയപ്പോൾ സിനിമ അവസാനിക്കാറായി. അധികം വൈകാതെ സിനിമ കണ്ട് പുറത്തേക്കിറങ്ങുന്ന രജനീകാന്തിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. വികാരാധീനനായി അദ്ദേഹം എന്നെ നോക്കി വരികയും ഏറെ നേരം കെട്ടിപ്പിടിക്കുകയും ചെയ്തു. നീ എന്നെ കരയിപ്പിച്ച് കളഞ്ഞു ശ്രീനി എന്നാണ് രജനീകാന്ത് എന്നോട് പറഞ്ഞതെന്ന് ശ്രീനിവാസൻ 2008 ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. അശോക് കുമാർ എന്ന സൂപ്പർ താരവും ബാർബർ ബാലൻ എന്ന ശ്രീനിവാസന്റെ കഥാപാത്രവും സിനിമയിൽ മാത്രമായിരുന്നില്ല. അടയാറിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന ആ പഴയ സുഹൃത്ത് പിന്നീട് രജനീകാന്ത് എന്ന മഹാനടനായി മാറുന്നതിനിടയിലുള്ള ചില യഥാർത്ഥ സംഭവങ്ങളെ കോർത്തിണക്കി തന്നെയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ ശ്രീനിവാസൻ എഴുതിയുണ്ടാക്കിയത്. അന്ന് കർണാടക മഹാരാഷ്ട്ര അതിർത്തിയിൽ ഒരു ബസ് കണ്ടക്ടറായിരുന്ന ശിവാജി റാവുവിനെ സിനിമാമോഹം മൂത്ത് അടയാറിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ സ്ഥിരമായി പണം അയച്ചു തന്നിരുന്ന ഒരു സുഹൃത്തിനെ പറ്റി ശിവാജി റാവു, ഒരു പെൺകുട്ടിയെ പറ്റി ശിവാജി റാവു എന്ന രജനീകാന്ത് തന്നെയാണ് ശ്രീനിവാസനോട് അടയാറിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷെ പിന്നീട് ഒരിക്കലും ശിവാജി റാവുവിനെ ആ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. അവരെ ഇപ്പോഴും രജനീകാന്ത് ആയതിനു ശേഷവും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ കഥാപശ്ചാത്തലത്തിൽ നിന്നാണ് അശോക് കുമാർ എന്ന സൂപ്പർ താരത്തെയും ബാലൻ എന്ന ബാർബറേയും ശ്രീനിവാസനിലെ എഴുത്തുകാരൻ എഴുതിയുണ്ടാക്കിയത്. സിനിമ കണ്ടിഷ്ടപ്പെട്ട രജനീകാന്ത് സ്വന്തം കഥ തമിഴിലേക്ക് മാറ്റി ചെയ്തു. അതിൽ അശോക് കുമാർ എന്ന സൂപ്പർ താരമായി രജനീകാന്ത് തന്നെ വേഷമിട്ടപ്പോൾ പശുപതിയായിരുന്നു തമിഴിൽ ബാർബർ ബാലൻ എന്ന വേഷം അവതരിപ്പിക്കുകയും ചെയ്തത്. തൻ്റെ ചുറ്റുമുള്ള കഥാപരിസരങ്ങളിൽ തന്നെയാണ്, മലയാളിയുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ തന്നെയാണ് ശ്രീനിവാസൻ ഓരോ കഥയും ഓരോ സിനിമയും എഴുതിയുണ്ടാക്കിയത്. ആ എഴുതിയുണ്ടാക്കുന്ന സിനിമകൾ മലയാളിയുടെ ചിന്തയുടെയും മലയാളിയുടെ വർത്തമാനത്തിൻ്റെയും പ്രതീകമായി മാറി. ആഗോള രാഷ്ട്രീയം മുതൽ ബഹിരാകാശ നിരീക്ഷണത്തെക്കുറിച്ച് പോലും ശ്രീനിവാസൻ സാധാരണ മനുഷ്യർക്കിടയിൽ നിന്ന് പറഞ്ഞു, ചിന്തിപ്പിച്ചു. പോളണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രീനിവാസൻ ചോദിച്ചപ്പോൾ ചിരിച്ചിരുന്ന മനുഷ്യർ പോളണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെപ്പറ്റിയും ഒരേപോലെ ഓർത്തു എന്നതാണ് ശ്രീനിവാസന്റെ എഴുത്തിൻ്റെ കരുത്ത്. ചിരിയുടെ മറുപുറത്ത് ചിന്തയുടെ കനൽ ഒളിപ്പിച്ചിരുന്ന ശ്രീനിവാസൻ ഇതാ
അസ്തമയ സൂര്യന്റെ തിളക്കത്തോടെ ആ ചിതയിലേക്ക് അലിഞ്ഞു ചേരാൻ പോവുകയാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം മലയാളിയെ സ്വയം വിലയിരുത്താനും സ്വയം പരിഹസിക്കാനും പഠിപ്പിച്ച, സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയായിരുന്നു ശ്രീനിവാസന്റെ തൂലിക. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, അങ്ങനെ ശ്രീനിവാസൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത ഒരു മേഖല പോലുമില്ല. 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന മലയാള ചലച്ചിത്ര ലോകത്തെ ആ നിറസാന്നിധ്യം വിട പറയുമ്പോൾ മലയാളി ഒന്നാകെ അദ്ദേഹത്തോട് പറയുകയാണ്, നന്ദി പ്രിയപ്പെട്ട ശ്രീനി, 1000 നന്ദി. മഞ്ജു വാര്യർ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ്: കാലാതിവർത്തിയാവുക എന്നതാണ് ഒരു കലാകാരന് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാനാകുന്ന ഏറ്റവും മനോഹരമായ അടയാളം. എഴുത്തിലും അഭിനയത്തിലും സംവിധാനത്തിലും ശ്രീനിയേട്ടന് അത് സാധിച്ചു. അങ്ങനെ ഒരു തരത്തിലല്ല, പല തരത്തിലും തലങ്ങളിലും ജീവിക്കുന്ന അദ്ദേഹം കാലത്തെ അതിജീവിക്കുന്നു. വ്യക്തിപരമായി ഓർമ്മകൾ ഒരുപാടുണ്ട്. എന്തു പറഞ്ഞാലും അവസാനം ഒരു ഉച്ചത്തിലുള്ള ചിരിയിൽ അവസാനിപ്പിക്കുന്ന ശ്രീനിയേട്ടൻ ഇതാദ്യമായി എന്നെ കരയിപ്പിക്കുകയാണ്. പക്ഷെ ഇല്ലാതാകുന്നത് ഒരു ശരീരം മാത്രമാണെന്നും ആ പേരിനിയും പല കാലങ്ങളിൽ പല തരത്തിൽ ഇവിടെ ജീവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അന്ത്യാഞ്ജലി.